ഹലോ മാഷേ. ഹലോ ശ്രുതിയാ മാഷേ. ആ ശ്രുതി. എന്റെ കല്യാണാ. ആ അറിഞ്ഞു. സജീവ് പറഞ്ഞത് കൂടാതെ സതിയാനെ ക്ഷണിക്കുകയും ചെയ്തു. ആള് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലേ? അതെ. അപ്പോ വെളിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ശ്രുതിയുടെ ആഗ്രഹമായിരുന്നല്ലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്നൊക്കെ. അപ്പോ അതിനുള്ള ചാൻസ് ഒത്തു വരട്ടെ. മാഷ കല്യാണത്തിന് വരില്ലേ? അത് ഓഫീസിൽ നല്ല തിരക്കാണേ. അച്ഛനും അമ്മയും വരുന്നുണ്ട്. അത് പറ്റില്ല, മാഷ് വരണം. അതോ ഞാൻ നേരിട്ട് കണ്ട് ക്ഷണിക്കണോ? അതൊന്നും വേണ്ട. ശ്രുതി നാട്ടിലെത്തിയോ അതോ ബാംഗ്ലൂരിൽ നിന്നാണോ വിളിക്കുന്നത്? ഞാൻ വീട്ടിലുണ്ട്. കല്യാണത്തിന് വരുന്ന കാര്യം പറ. ആയിക്കോട്ടെ, വരുന്നുണ്ട്. എന്നാ ശരി, അപ്പൊ കാണാം. ചായ. വരുന്നുണ്ട്. എടാ, പുറത്തു പോകണമെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാൻ പാടില്ലേ? കാർത്തികേ, ഉദയേട്ടന് ചായ. ആ ഇരിക്കേട്ടാ. ഉദയേട്ടൻ നന്ദനെ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പോവായിരിക്കും. എന്നാണ് ഉദ്ദേശിക്കുന്നത്? നന്ദന മാത്രമല്ല, ഇവളിവിടെ നിന്ന് ഓഫീസിൽ പോവാറുണ്ട്. പോവാനും വരാനും ഇവിടെ കാറും ഉണ്ട്, ഡ്രൈവറും ഉണ്ട്. എതിയേട്ടൻ എന്നെ കൊണ്ടുവിടാൻ ഓഫീസിൽ വരാറില്ല. വരണമെന്ന് ഞാനോട്ട് പറയുകയും ചെയ്യില്ല. അതല്ലല്ലോ ഭർത്താക്കന്മാരുടെ പണി. ഏട്ടനും മറ്റൊന്നും തോന്നരുത്. ഓഫീസിലും ടെക്സ്റ്റൈൽസിലുള്ള സ്റ്റാഫ് അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഉദയൻ സാറിന്റെ പുതിയ ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞ്. ഉദയേട്ടൻ എന്ന് വെച്ചാ നമ്മുടെ സ്റ്റാഫിനെല്ലാം വലിയ ബഹുമാനമായിരുന്നു. അതേ ആളുകൾ ഇപ്പൊ കളിയാക്കി ചിരിക്കാന്ന് വെച്ചാ എന്താ ഇപ്പൊ അതിനൊക്കെ പറയേണ്ടത്? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? നമ്മളായിട്ട് അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നില്ലല്ലോ. എനിക്കൊരു സജഷൻ ഉണ്ട്. ബിസിനസ്സിൽ ഉദയേട്ടൻ ഇൻവോൾവ് ആവണം. അതൊരാവശ്യമാണ്. എതിയേട്ടൻ ഒരു പകരക്കാരി എന്ന നിലയ്ക്കാണ് ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയത്. പ്രധാനപ്പെട്ട ഏത് കാര്യം വന്നാലും എതിയേട്ടന്റെ അഭിപ്രായം ചോദിച്ച ശേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു താരതമ്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അപ്രസക്ത. നന്ദന എന്നോട് ഓഫീസുമായി ബന്ധപ്പെട്ട സജഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു മാറി നിന്നത് ഞാനാ. പിന്നീട് നന്ദന ആ അവസരം ശരിക്കും മുതലെടുത്തു. അത് ഉദയേട്ടൻ അറിഞ്ഞില്ലേ? എങ്ങനെ മുതലെടുത്തൊന്നും വ്യക്തമായില്ല. സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ് നന്ദനയുടെ ഇഷ്ടത്തിന്, പർച്ചേസിംഗ് അവൾക്ക് താല്പര്യമുള്ള കമ്പനിന്ന്, ജോലിക്കാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് സ്വന്തം താല്പര്യത്തിന്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അടുത്ത ഓഡിറ്റിംഗ് കഴിയുമ്പോൾ അറിയാം വല്ല തിരിമറിയും നടന്നിട്ടുണ്ടോന്ന്. യതീന്ദ്രൻ അങ്ങനെ വല്ല സംശയമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമുണ്ട് ഉദയേട്ടാ. ഇപ്പോഴല്ല, നേരത്തെ സംശയമുണ്ട്. ഓക്കെ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബിസിനസ് ആണോ ഏട്ടാ? അച്ഛൻ തുടങ്ങി വെച്ച പ്രസ്ഥാനോ? അത് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകേണ്ട ചുമതല നമുക്കുണ്ട്. അവിടെ ആരെങ്കിലും കയറി സ്വന്തം താല്പര്യത്തിന് ഓരോന്ന് ചെയ്യാന്ന് വെച്ചാല്
മനസ്സിലായി. നിങ്ങൾ രണ്ടാളും ഇത്രയും സിൻസിയർ ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എനിവേ, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടും നന്നായി. നന്ദന സ്വന്തം നിലയ്ക്ക് ഏകപക്ഷീയമായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംശയം പറഞ്ഞു. പക്ഷെ ആ സംശയത്തെപ്പറ്റി എനിക്കൊരു സംശയം തോന്നുന്നു. നേരത്തെ തോന്നിയ ഡൗട്ടിന്റെ കാര്യത്തിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് യതീന്ദ്രൻ അല്ലെങ്കിൽ കാർത്തിക നിശബ്ദത പാലിച്ചു? നന്ദനയുടെ ഭാഗത്തുണ്ടായെന്ന് നിങ്ങൾ പറയുന്ന വീഴ്ചകൾ ഇതുവരെ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കായിരുന്നു? ബിസിനസ്സിനോട് ആത്മാർത്ഥത, കുടുംബത്തിനോട് സ്നേഹം, ഇതൊക്കെ യതീന്ദ്രന് ഇന്ന് ഉച്ചയോടെ പെട്ടെന്നുണ്ടായതാണോ? ഉദയേട്ടന് ഞങ്ങളെ വിശ്വാസമില്ലെന്നറിയാം. പക്ഷേ ഭാര്യയെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നതും കാണുന്നതും കണ്ണടച്ചല്ല, കണ്ണുകൾ തുറന്നു തന്നെയാ. അതുകൊണ്ട് കാണേണ്ടതെല്ലാം കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. റെപ്യൂട്ടേഷൻ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും പറയുന്നു. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ വെറും ജൽപ്പനങ്ങളാ. കോമൺ സെൻസ് ഉള്ളവർ അതിനെ അവഗണിക്കും. അങ്ങനെ കുറേ ആവുമ്പോൾ കഴമ്പുള്ള ആരോപണങ്ങൾ വന്നാലും പുച്ഛിച്ചു തള്ളും. കാരണം ഇതൊക്കെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല അച്ചുവേട്ടാ. സ്വപ്നം കാണുമായിരിക്കെന്നാ തോന്നിയത്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമല്ലേ സംഭവിച്ചത്. ഇങ്ങോട്ട് എന്നെങ്കിലും വരാൻ കഴിയുമെന്ന് സുമിത്ര വിചാരിച്ച കാര്യമല്ല, അത് ആഗ്രഹിച്ചു കാണും. ദേ എന്തിട്ടിപ്പോ പനക്കെ നിൽക്കുന്നു. ആ, ഇതൊക്കെ ശിവരാമന്റെ നന്മയാ. ദേ, ശിവരാമൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം അയാളുടെ മകളിലൂടെ സുമിത്രയ്ക്ക് കിട്ടുന്നു. ആ, എന്നിട്ട് നന്ദനയും ഭർത്താവും എന്ത് പറഞ്ഞു? സ്നേഹത്തോടെയായിരുന്നു പെരുമാറ്റം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? കാശുള്ള കോവിലകത്തെയാണെന്നുള്ള ഭാവം പുള്ളിക്കാരനില്ല. നിറകുടം തുളുമ്പുകയില്ല സുമിത്രയെ. മനീഷിനോട് അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കനെ പറഞ്ഞു വിടണം. കുടുംബപരമായി ഒരുപാട് ബിസിനസ്സുള്ള കോവിലക ഒരു നല്ല ജോലി കൊടുക്കാൻ അവര് വിചാരിച്ചാൽ ഈസിയാ. ആ, നന്ദനയുടെ അനിയനെന്ന് പറയുമ്പോൾ മുതലാളിയുടെ അളിയനാ, അതോർക്കണം. തീർച്ചയായും ഒരു നല്ല ഉദ്യോഗത്തിൽ തന്നെ ചെറുക്കനെ അവര് പിടിച്ചിരുത്തും. അടങ്ങി ഒതുങ്ങി അവനവിടെ നിൽക്കുമെന്ന് സംശയം. അക്കാര്യത്തിൽ എനിക്കും പേടിയുണ്ട്. എന്നാലും കുഴപ്പമുണ്ടാവില്ല സുമിത്രേ. നന്ദനയുടെ അടുത്തേക്കല്ലേ പോകുന്നത്. ഇവിടെ പശുവിന്റെ ആടിന്റെ പുറകെ നടന്ന പഴയ നന്ദനെ അല്ലെന്ന് ഓർക്കണം. തന്റെ ഇടവായി പോയി, പ്രാപ്തിയായി പോയെന്ന്. പിന്നെ മനീഷ് പോകുമ്പോ സുമിത്രയും കൂടെ ചെല്ലണം. മുറിഞ്ഞു പോയ ഒരു ബന്ധം കൂടി ചേർന്നതല്ലേ. അത് ശരിക്കും അങ്ങോട്ട് മുറുകട്ടെ. എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവര് പോയത്. ഓ, രണ്ടുപേരും വിളിച്ചിട്ടാണ്. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാ പറയുന്നത് ഒരിറക്കത്തിന് ഒരു കയറ്റമുണ്ടെന്ന്. സുമിത്രയുടെ എല്ലാ ശനിദശയും നീങ്ങിയെന്ന് വിചാരിക്കേ. നന്ദനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാ എന്നോട് പകരം വീട്ടാനുള്ള വാശി അവൾക്കുണ്ടാവേണ്ടതാണ്. ഒക്കെ മറന്നിട്ട് നഷ്ടപ്പെട്ടതെല്ലാം നേടിത്തന്നിരിക്കുന്നു. സന്തോഷവും നന്ദി ഒന്നുമല്ല, കടപ്പാട് എനിക്കിപ്പോ അവളോട്. ഒന്നും നമ്മള് മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ സുമിത്രേ. ഈശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാ. അല്ലെങ്കിൽ അന്ന് നന്ദനയും ഹരിപ്രസാദും തമ്മിലുള്ള കല്യാണം മുടക്കേണ്ട വല്ല കാര്യവും നമുക്ക് രണ്ടുപേർക്കും ഉണ്ടോ?
സുമിത്ര എന്തോ പറഞ്ഞു, ഞാനതങ്ങ് ഏറ്റുപിടിച്ചു. അലമ്പായി, കല്യാണവും മുടങ്ങി. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. നന്ദനയുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി. വഴിയാധാരമായി നിന്ന എന്നെ വീണ്ടും പനക്കിലെ സുമിത്രയാക്കിയില്ലേ അവള്. ഒന്നും കാണാൻ ശിവരാമൻ ഇപ്പൊ ഇല്ലല്ലോ, അതൊരു സങ്കടമാ. നന്ദനയും ഭർത്താവും കൂടി ചെമ്പരിക്കിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല. ആ വരവ് കൊണ്ടും ഗുണമുണ്ടായി. ഹരിപ്രസാദിന് മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ ഉദയവർമ്മ ഹരിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് കണ്ടു. കൂടെ നന്ദന ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരെ അവര് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാവോ? ഹരിപ്രസാദിന്റെ കല്യാണത്തിന് കാണാമെന്ന്. ചെറുക്കന് ഏസ് മൂളിയിരിക്കുക. ആലോചന നടക്കുന്നുണ്ടോ? പിന്നെ അതിന്റെ ചുമതല എനിക്കാ. ഞങ്ങൾക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാമെന്നാണ് ഹരിയുടെ വാക്ക്. ആദ്യത്തേത് അങ്ങ് മുടങ്ങി. രണ്ടാമത്തെ ആലോചന മോതിരം മാറ്റം വരെ എത്തിയിട്ട് അതങ്ങ് പോയി. മൂന്നാമത്തെ ആലോചന നടക്കും. ഒന്ന് പിഴച്ചാ മൂന്നെന്നാണല്ലോ. ഹരിപ്രസാദിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കുമായിരിക്കും അല്ലേ? വിളിക്കാതിരിക്കേണ്ട കാര്യം എന്താ? സുമിത്രയെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ നന്ദനയും ഭർത്താവും കാണും കല്യാണത്തിന്. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എനിക്ക് കാണണം ഹരിയുടെ കല്യാണം. അതെന്റെ ഒരു പ്രായശ്ചിത്ത. ഒരിക്കൽ ഞാനായിട്ട് കല്യാണം മുടക്കിയതിന്റെ പേരിലുള്ള പ്രായശ്ചിത്തം. ഇല്ല ബിന്ദു, ഞാനും ശ്രുതി മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ ബന്ധുക്കൾ നേരത്തെ വരുന്ന പതിവ് ഇപ്പോഴില്ലല്ലോ. കല്യാണത്തിന് തൊട്ടു മുമ്പ് ഓഡിറ്റോറിയത്തിൽ വരും. കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ട് അപ്പോഴേ തിരിച്ചും പോവും. എല്ലാവർക്കും തിരക്കല്ലേ. സജീവ് കേറ്ററിംഗുകാരനെ കാണാൻ പോയിരിക്കുക. ഓടി നടക്കാൻ അവനല്ലേ ഉള്ളൂ. ക്ഷണിച്ചിട്ടുണ്ട്. മോഹനേട്ടന്റെ അനിയനല്ലേ ഉള്ളൂ. അവര് ഒറീസയില്ല. വരും വരും. ശ്രുതി ഇതാ മോളിലുണ്ട്. ഞാൻ കൊടുക്കാം. മോളെ ശ്രുതി, ശ്രുതിയേ, മക്കളെ ഫോണടി. മോളെ ശ്രുതി, ഇവിടെ എവിടെയാ ശ്രുതി? മോളെ ശ്രുതി ഫോൺ. ആരാമേ? തൃക്കുന്നപ്പുഴയെന്ന് ബിന്ദു ആന്റി. ഓ വേണ്ട, നിന്നോട് സംസാരിക്കണമെന്ന്. ഞാൻ അപ്പുറത്തേക്ക് മറ്റു പോയിന്ന് പറ. ബിന്ദു, അവളെ ഏതോ കൂട്ടുകാരി വിളിച്ചിട്ട് വേറെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. പിന്നെ കല്യാണത്തിന് വരണം, മറക്കരുത്. ശരി. നിനക്കെന്താ അവരോടൊന്നും മിണ്ടിയാല്? ഇങ്ങോട്ട് വിളിച്ചതല്ലേ. ആന്റിയോട് ഞാൻ എന്ത് സംസാരിക്കാനാ അമ്മേ? കൂട്ടുകാര് വിളിക്കുമ്പോ നീ വാതോരാതെ വർത്തമാനം പറയുന്നത് കേൾക്കാലോ. എന്നാൽ ഇനി ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്നില്ല. പോരെ, 3-4 ദിവസം കൂടി എന്നെ സഹിച്ചാ മതിയല്ലോ. പിന്നെ ഞാൻ ശല്യം ഒഴിഞ്ഞു പോവല്ലേ, അപ്പൊ സമാധാനാവുമല്ലോ. ശ്രുതി, നീ എന്നെ സഹിക്കുന്നു എന്ന് പറയുന്നതാ ശരി. ഞാൻ പറയുന്നതും ചെയ്യുന്നതും അല്ലേ നിനക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പോഴേക്ക് ഫീൽ ചെയ്തോ അമ്മേ? എന്റെ വിഷമം എനിക്കേ അറിയൂ. ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെടാൻ പോവല്ലേ. ഓർക്കുമ്പോ നെഞ്ചു പെടയ. മറ്റൊരു കാര്യം ഓർത്താ മതി, അപ്പൊ ആ പെടച്ചിലങ്ങ് നിൽക്കും. എനിക്ക് പകരം ഒരു മരുമോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. അടിയന്തരമായി സജീവേട്ടനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം. അപ്പൊ പരിഹാരമാവുമല്ലോ. എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊരു ജോലിയായിട്ട് മതി കല്യാണമെന്നും പറഞ്ഞ് നിൽക്കുക സജീവ്. അവന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ അതിൽ തെറ്റു പറയാനും വയ്യ.
സർക്കാർ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യട്ടെ എന്ന് കരുതി കല്യാണം ലേറ്റ് ആക്കണമെന്നുണ്ടോ? നീ തന്നെ പറഞ്ഞാ മതി ആങ്ങളയോട്. ഡൺ. ഏ ഏറ്റെന്ന്. ഓ മോളെ, എന്താ അമ്മേ? നീ ഇനി എപ്പോഴാ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? കല്യാണം ഇങ്ങ് വന്നു പെണ്ണേ. ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോകുന്നില്ലമ്മേ. ഈ ബ്യൂട്ടിയൊക്കെ മതി. ഫേഷ്യലെങ്കിലും ചെയ്യണം മോളെ. മുഖത്തെ എണ്ണമയം ഒക്കെ ഒന്ന് മാറണ്ടേ? കല്യാണ ദിവസം ഒരുക്കാൻ ആള് വരുമല്ലോ, അപ്പൊ എല്ലാം ശരിയാക്കാം. അത് മതി. ഓ, നിന്റെ സൗകര്യം പോലെ ചെയ്യ്. അങ്ങനെ വഴിക്ക് വാ. ആ പിന്നെ ഞാൻ ഹരിമാഷിനെ വിളിച്ചിരുന്നു. ഹരിപ്രസാദിനെയോ? എന്തിന്? കല്യാണം ക്ഷണിക്കാൻ. സജീവേട്ടന് ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ, ഞാൻ ക്ഷണിക്കാതിരിക്കുന്നത് മോശ. എന്നിട്ട് ഹരി എന്തു പറഞ്ഞു? കല്യാണത്തിന് വരും. രേണുകയും ഹരിയുടെ അച്ഛനും അമ്മാവനും വരുമെന്ന് എന്നോട് പറഞ്ഞത്. നല്ല ആൾക്കാരാ, വരുമായിരിക്കും. വരാതിരിക്കേണ്ട കാര്യം എന്താ അമ്മേ? നിനക്ക് വിഷമമില്ലേ കുട്ടി? രേണുകാന്റി മറ്റും കല്യാണത്തിന് വരുന്നതിലോ? ശ്രുതി, എന്തിനാ അമ്മ വിഷമിക്കുന്നത്? ഒക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, വിഷമിച്ചിട്ട് എന്തിനാ? ആദ്യൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം മറന്നു. എന്നോ കണ്ടൊരു സ്വപ്നം. ഇനി അങ്ങനെ വിചാരിക്കുന്നുള്ളൂ, അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ. ആരാത്? ആരാന്ന് ചോദിച്ച കേട്ടില്ലേ? വെറുതെക്കാരനല്ല സുമിത്രേ, ഞാനാ. നല്ല മരം കണ്ട അറിയാതെ നോക്കി നിന്നു പോവും. അത് ഞങ്ങള് വിശ്വകർമാക്കളുടെ ജന്മഗുണമാ. നല്ല ഒത്ത തടി, യാതൊരുവിധ കേടുപാടുമില്ല, ഏതുരുപ്പടിക്കും കൊള്ളാം. ആ നിൽക്കുന്ന ആനിലിയുടെ കാര്യമാ ഞാൻ പറഞ്ഞേ. ആരെങ്കിലും വന്ന് വില പറഞ്ഞോ സുമിത്രേ? നിക്ക് 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 നിക്ക്, വല്ലോരും വന്ന് ചോദിച്ചാ കൊടുക്കല്ലേ, ചുളു വിലക്ക് അടിച്ചോണ്ട് പോവും. ഉളി വെച്ചാ പൊന്നുപോലെ വിളങ്ങുന്ന മരവാ, കണ്ടാ അറിയാ. ആ കാണുന്നത് അത്രയും കാതല. വിൽക്കുവാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവൂ. അല്ല, ഏതിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ല അതല്ലോ. ഭയങ്കര ചൂട്, കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോ സുമിത്രേ. ഞാൻ പഴയ വാടക വീട്ടിൽ പോയായിരുന്നു കേട്ടോ. പേരെ അടഞ്ഞു കിടക്കുന്ന കണ്ടപ്പോ സംശയമായി. മനുഷ്യന്റെ കാര്യമല്ലോ സുമിത്രേ, എന്തു സംഭവിക്കാമല്ലോ. പിന്നെ മുക്കിന് ചോദിച്ചപ്പോഴാ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഞാൻ നേരെ വെച്ച് ഇങ്ങോട്ടേക്ക് പിടിച്ചു. അങ്ങനെ സുമിത്രയ്ക്ക് പനക്കലെ വീട് സ്വന്തമായി. അങ്ങനെ സുമിത്രയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള യോഗമുണ്ടായി. തറവാട്ടി തിരിച്ചു വന്നതോടെ കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായി, ഇല്ലയോ സുമിത്രേ? അനിലയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ? പരമസുഖം. അനിലമോള് പ്രസവം കഴിഞ്ഞതോടെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടേ, ഇപ്പൊ കണ്ട സുമിത്രയുടെ ചെറുപ്പകാലം പോലെ തോന്നും. പ്രസവ ശുശ്രൂഷയെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തെന്ന് കൂട്ടിക്കോ. അരിഷ്ടം, ആസവം, തേച്ചുകുളി, മുക്കൂട്ട് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. മോന് അസുഖമൊന്നുമില്ലല്ലോ? എവിടെ?
മോനാ ഇപ്പൊ ഞങ്ങളെ വീടിന്റെ ഐശ്വര്യം. മഹാകുരുത്തക്കേട്. ലക്ഷ്മണൻ എന്ന പേരെങ്കിലും ആളൊരു വിക്രമന. ദാ ഈ ചെവി മുതൽ ഈ ചെവി വരെ വാതുറന്നൊരു ചിരിയുണ്ട്. അത് കണ്ട ആരും മയങ്ങിപ്പോവും.